മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ഒന്നാമത്തെ എന്താ അറിയോ, മരിക്കും എന്നത് ഉറപ്പാണെന്നുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ മരിക്കും, ഞാൻ ഈ ലോകത്തോട് വിട പറയും എന്ന ഉറപ്പ് അള്ളാഹു നബിയോട് പറയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാളെ ഈ ദുനിയാവിന് ആവശ്യമാണ് വിചാരിച്ചു, എന്നിട്ട് മരിക്കാതൊക്കെയാണെങ്കിൽ ആ നബിയെക്കാളും ആവശ്യമുള്ള ഒരാളില്ലല്ലോ. കാരണം ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ള ആളാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആവശ്യമാണ്, ഞാനിവിടെ ഇല്ലെങ്കിൽ ആളുകൾ, ഇവിടെ പാവപ്പെട്ടവർക്ക് കഷ്ടപ്പാടാവും, ഇവിടെ രോഗികൾക്ക് കഷ്ടപ്പാടാവും, ഇവിടുത്തെ പിന്നെ രാഷ്ട്രം പ്രതിസന്ധിയിലാകും, ഞാൻ മരിച്ചാൽ പിന്നെ ഇത് ഭരിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരാളെ ആവശ്യം കൊണ്ട് ഇവിടെ നിർത്തുകയാണെങ്കിൽ ആരെ നിർത്തണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാളെ നിർത്തൂല എന്ന്. അതാണ് റസൂൽ അല്ലാഹ് പറഞ്ഞത്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ. ഒരു മനുഷ്യനും ഞാൻ ലോകത്ത് ശാശ്വതത്വം നൽകിയിട്ടില്ല. ഏറ്റവും വലിയ തെളിവ് അതാണ്. നമ്മൾ മരിക്കുന്നില്ല, ഏറ്റവും വലിയ തെളിവ് ഇതുവരെ ആരും മരിക്കാതിരുന്നില്ല എന്നതാണ്. അതല്ല ഏറ്റവും വലിയ തെളിവ്. ഇതുവരെയുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രം എങ്ങനെ മരിക്കാതിരിക്കും? അതുകൊണ്ട് അഫഇം മിത്ത, നീ മരിച്ചാൽ ഫഹുമുൽ ഖാലിദൂൻ, നീ പോലും മരിക്കുമെങ്കിൽ പിന്നെ അവരൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മരിക്കും. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, നീ മരിക്കും, എല്ലാവരും മരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, മരണം എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന. പിന്നെ വെറുതെ കുറേ മരണത്തെ പേടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും നമ്മുടെ പ്രായമുള്ള ഒരാൾ മരിക്കുക, അല്ലെങ്കിൽ ഒരു മരണത്തിൻ്റെ കാഴ്ച കാണുക, ഇത് ഞാൻ മരിക്കുമോ എന്ന് പേടിച്ച് ഉറക്കല്ലാതെ മാനസിക ടെൻഷനായി മരുന്ന് കഴിച്ച്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല സുഹൃത്ത്. കാരണം തരും, ഞാൻ മരിക്കുമെന്നാണോ പേടി, ഞാൻ മരിക്കുമെന്നാണോ പേടി എങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം തരൂ, മരണത്തിന് ഒരു സമയം കറക്റ്റായിട്ട് നിശ്ചയിച്ചു, എത്ര ശ്വാസം നമ്മൾ എടുക്കണമെന്നതിന് പോലും കണക്കുണ്ടെന്നാണ്. അപ്പോൾ ആ ശ്വാസം മുഴുവൻ ആവണ്ടേ? അവസാനത്തെ ശ്വാസം വരണമെങ്കിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം എന്നതിനൊരു കണക്കുണ്ട്. ആ ഭക്ഷണം തീരണ്ടേ നമുക്ക് പോകണമെങ്കിൽ? അതുകൊണ്ട് എന്താ പറയുക, മരിക്കുന്നു പേടിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. നിശ്ചിതമായ ഒരു അവധി എത്താതെ ഒരാൾക്കും മരിക്കാൻ പറ്റൂല. അല്ലാഹ് പറയണം, ഒരാൾക്കും മരിക്കാൻ പറ്റൂല, അവൻ്റെ അവധി എത്താതെ അവന് മരിക്കാൻ പറ്റൂല എന്നാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബിൻ്റെ പ്രിയ പത്നിയാണ്. അപ്പോൾ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ വന്നിട്ട് ആഗ്രഹം പറയണം. എന്താണ് ആഗ്രഹം എന്നറിയോ? അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലല്ലാഹ് വ ബി അബി സുഫിയാൻ. എനിക്കെപ്പോഴും എൻ്റെ ഭർത്താവായ റസൂലുള്ളാഹിന്റെ കൂടെയും അതേപോലെ തന്നെ എൻ്റെ പിതാവായ അബൂ സുഫിയാൻ്റെ കൂടെയും വബി അഹി മുആവിയൻ്റെ കൂടെയൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് അല്ലാഹുവേ നീ സമയം തരണേ, അല്ലെങ്കിൽ ആയുസ് തരണേ എന്നൊക്കെയാണ്. എന്നും ഇവരിൻ്റെ ഒപ്പം ഉണ്ടാകണം, അവരെ കൂടെ എനിക്കിങ്ങനെ ജീവിക്കണം സമാധാനമായിട്ട് എന്നാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഖദ് സഅൽതില്ലാഹ ലിഅജാലി മദ്റൂബ. നീ ഇപ്പം എന്താ ചോദിക്കണത്? അല്ലാഹ് എനിക്കൊരു അവധി വെച്ചിട്ടുണ്ട്, ആ അവധി മാറ്റിത്തരണം എന്നാണ് പറയണത്. നിന്റെ വാപ്പക്കൊരു അവധി ഉണ്ട്, ആ അവധിയൊക്കെ മാറ്റി തന്നിട്ട് ഇവരൊക്കെ മരിക്കാതെ ഒപ്പമുണ്ടാകണമെന്നാണ്. എണ്ണപ്പെട്ട ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങൾ എണ്ണിയതാണ്, ആ ദിവസത്തിന്റെ എണ്ണം കൂട്ടണമെന്നാണോ പറയുന്നത്? വിഹിതം ചെയ്യപ്പെട്ട റിസ്ക് ഉണ്ട്, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം ഉണ്ട്, അതിന് കണക്കുണ്ട്. അതുകൊണ്ട് ഒന്നും അത് എത്തുന്നതിൻ്റെ മുന്നേ, അതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് അള്ളാഹു ധൃതി കാണിക്കൂല. ഒരു ദിവസം നേരത്തെ പോയിക്കോട്ടെ നിൽക്കൂല. അതേപോലെ തന്നെ വല യുഅഖിർ അല്ലാഹു ഷൈഅൻ അൻ ഹല്ലിഹി, ഒന്ന് വരുന്നതിന് മുമ്പ് അള്ളാഹു അതിനെ വൈകിപ്പിക്കുകയുമില്ല. വലൗ കുൻതി സഅൽതില്ല, അതുകൊണ്ട് ആയുസ് നീട്ടാനോ വാപ്പ കാലാകാലം ഉണ്ടാവണം എന്നൊന്നുമല്ല നീ പറയേണ്ടത്. നീ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ നീ ചോദിക്കേണ്ടത് അൻ യുഈദക മിൻ അദാബിൻ ഫിന്നാർ, നരകത്തിലിടരുതേ പടച്ചോനെ എന്നാണ്. അദാബിൻ ഫിൽ ഖബർ, ഖബറിൽ ശിക്ഷിക്കരുതേ പടച്ചോനെ എന്നൊക്കെ നീ പറയാ. കാന ഖൈറൻ ഔ അഫ്ളൽ, അതാണ് നിനക്ക് ഏറ്റവും ഖൈറായത്. അപ്പോൾ സുഹൃത്തുക്കളെ, മരിക്കാതിരിക്കാൻ ഒരു പരിപാടിയില്ല, നമ്മൾ ഒപ്പമുള്ളവരും മരിക്കാതിരിക്കാൻ ഒരു പരിപാടിയില്ല. മരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടും പ്രയാസവും വരാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പരിശ്രമിക്കുക. വഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, സമയം എത്തിക്കഴിഞ്ഞാൽ ഒരല്പം പോലും മുന്തിക്കുകയോ അല്പം പോലും പിന്തിക്കുകയോ ഇല്ല എന്നാണ്. അപ്പോൾ മരണം എന്നുള്ളതിന് ഒരാളെ മുന്നിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു രോഗത്തിൻ്റെ മുന്നിലും മരണത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ത് ചെയ്തു അറിയൂ? ഒരാളെ സഈദ് ബിൻ ജുബൈർ എന്ന് പറയുന്ന ഒരാളെ ഭീഷണിപ്പെടുത്തി, ഞാൻ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ആ മറുപടി ഒന്നും മനസ്സിലുള്ളവന് ഒരു പേടി ഉണ്ടാവില്ല മരണത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് അറിയോ? ലൗ അലിംതു അന്നൽ മൗത വൽ ഹയാത ബിയദിക് മഅബത്തു ഇലാഹൻ ഗൈറക. ഈ മരണം ജീവിതം എന്നൊക്കെ പറയുന്നത്, എൻ്റെ മരണവും ജീവിതമൊക്കെ നിൻ്റെ കയ്യിലാണെങ്കിൽ, നിൻ്റെ അടുക്കലാണ് അതിൻ്റെ അധികാരമെങ്കിൽ മഅബത്തു ഇലാഹൻ ഗൈറക, നീ അല്ലാത്ത മറ്റൊരാളെ ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞാൽ ജീവിക്കാനും മരിപ്പിക്കാനും ഒക്കെ അല്ലാഹ്ക്കേ പറ്റുള്ളൂ.
അത് നീ വിചാരിച്ചതുകൊണ്ടൊന്നും എൻ്റെ ജീവൻ കളയാൻ പറ്റില്ല. അത് ആരാറിയങ്ങൾ? ഏത് നിമിഷവും എന്തും ചെയ്യാൻ അധികാരമുള്ള അത്രയും ശക്തമായി പെരുമാറുന്ന ഒരു ഭരണാധികാരിക്ക് മുന്നിൽ മരണഭീഷണി മുഴക്കുമ്പോൾ മരണം നിൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ നിന്നെ ആരാധിക്കുള്ളൂ, വേറെ ആരെയും ആരാധിക്കില്ല. അത് മരണത്തിൻ്റെ കാര്യം ഒരാളെ കയ്യിലല്ല, അള്ളാൻ്റെ കയ്യിലാണ്. അള്ളാഹ് അതൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് തടുക്കാൻ ലോകത്ത് പറ്റുന്ന ഒരാളുമില്ല. അതുകൊണ്ട് അതിനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് അള്ളാഹ് നമ്മോട് ഉറപ്പ് തന്നൊരു കാര്യമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. നിങ്ങൾ പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ടുമുട്ടും, ഒരിക്കൽ പിടിച്ചു കിടത്തും, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. പിന്നെ ആരാണ് ഈ വിശ്രമിക്കുന്നവൻ? മരണം ഒരു റെസ്റ്റ് ആവാൻ നമ്മൾ പണിയെടുക്കുക, അത് മാത്രമേ ചെയ്യാൻ. മരണത്തെ കീഴ്പ്പെടുത്താൻ മുന്നിൽ ഒറ്റ വഴിയുള്ളൂ, ഞാൻ മരിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും ഹൈറായ അവസ്ഥ എന്നതിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റും. അതിനാദ്യം എന്താണ് വേണ്ടത് കാര്യങ്ങൾ? അൽ മുസ്തരീഹ് ബഅദൽ മൗത്ത് ഹുവ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ വറസൂലൻ. പള്ളിക്ക് വന്നില്ലേ നമ്മളൊക്കെ അന്ന്? നമുക്ക് ആർക്കും ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴൊക്കെ ഒരു വെള്ളിയാഴ്ച വന്നു, ഇതിപ്പോൾ ഇന്നിപ്പോഴത്തെ കച്ചവടമൊക്കെ തകരാറാവും, ഇന്നിപ്പോൾ ഒരു പരിപാടി നടക്കൂല, ഈ ജുമാനെ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജുമാക്ക് പോന്നാലും മനസ്സിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തൃപ്തിപ്പെട്ടില്ല. ആരെ? ഇസ്ലാമിനെ. നാം തൃപ്തിപ്പെട്ടില്ല നമ്മുടെ പ്രവാചകനെ, നാം തൃപ്തിപ്പെട്ടില്ല അള്ളാഹുവിനെ. ആദ്യം എന്താ പറയുക? നമ്മൾ ഈ ദീനിനെ ഇഷ്ടപ്പെടുക, മനസ്സിൽ ഉൾക്കൊള്ളുക. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത് രാവിലെയും വൈകുന്നേരം പറയേണ്ട ദിക്റിൽപ്പെട്ടതാണ്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലൻ എന്ന് പറയണമെന്നാണ്. സംതൃപ്തിയോടെ ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കുക സുഹൃത്തുക്കളെ, അത് ഏറ്റവും പ്രധാനമാണ്. ഒരു നല്ലൊരു ഇസ്ലാമിക വേഷം ധരിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമായി പോയതുകൊണ്ട് ഇടങ്ങാറായി പോയല്ലോ എന്നൊന്നും വിചാരിച്ച് ചെയ്യണ ഒരു കാര്യം കൊണ്ടും അവിടെ ഒന്നുമില്ല. നമ്മൾ ആദ്യം എന്താ ഒരു മുസ്ലിം, ഞാനൊരു വിശ്വാസി എന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന ലോകത്തേക്ക് വേണ്ടി നമ്മൾ ചില ഒരുക്കങ്ങൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ്. ബോധപൂർവം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ നല്ല തഖ്വയിൽ ഒരു നല്ല വീട് പരലോകത്തേക്ക് ഉണ്ടാക്കി വെച്ച് പോവുക. അതായത് നമുക്ക് തന്നെ ബോധ്യം വേണം, ഞാൻ ചില കാര്യങ്ങളൊക്കെ പരലോകത്ത് കിട്ടാൻ വേണ്ടി ബോധപൂർവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടാവുന്നല്ല, എന്തിലൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്നല്ല, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ബോധ്യം. ഞാൻ അതൊരു കാര്യഗൗരവത്തിലെടുത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചില എല്ലാ ദിവസങ്ങളിലും ചിലതെല്ലാം ഞാൻ വിട്ടുപോകാതെ ചെയ്യുന്നുണ്ട്. വഖല്ലഫ വറാഅഹു സദഖത്തൻ ജാരിയത്തൻ. ഞാൻ ചില സ്വതക്കകൾ കൊടുത്തിട്ടുണ്ട്, ഖബർക്ക് എനിക്ക് വരുന്ന ചില നിക്ഷേപങ്ങളൊക്കെ ഞാനിവിടെ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എന്താണ് ഉപകാരപ്പെടുന്ന ചില വിജ്ഞാനങ്ങൾ ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ മക്കളെയൊക്കെ ഞാൻ നല്ല മക്കളാക്കി വളർത്തി ഓരൊക്കെ ഞാൻ മരിച്ച എനിക്ക് ദുആയിരുന്നുണ്ടാകും, പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നൊക്കെയുള്ള ഒരു ധൈര്യം. അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണ്, അതൊക്കെ മരിക്കാനുള്ള ധൈര്യമാണ്. മരണത്തിന് ശേഷം വിശ്രമിക്കുവാനുള്ള മുൻകൂട്ടി നാം ചെയ്യുന്ന ഏർപ്പാടുകളാണെന്ന്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, എന്തെങ്കിലുമൊക്കെ അല്പം ത്യാഗം ആർക്ക് വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി, ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ച് സമയം കണ്ട് കുറച്ച് പണ്ടൊക്കെ കൈക്ക് നീക്കി വെച്ച് കുറച്ച് ചില അവധി ദിവസങ്ങളൊക്കെ അതിനു വേണ്ടി കൊടുത്ത്, ചില രാവിലെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 10 മണിക്കൂറോ ഒക്കെ എന്ത് ചെയ്യുക? കുറച്ച് ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നോക്ക്, നിങ്ങൾ 5000-ഉം 10,000-ഉം ഒക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചിട്ട് അതിൽ മുഴുവനും നല്ല പ്രഭാഷണങ്ങളും നല്ല പ്രസംഗങ്ങളും ഖുർആൻ ക്ലാസ്സിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും അവരാരും, ഈ പ്രസംഗിക്കുന്നവരെ മാത്രമേ ആൾക്കാർ അറിയുള്ളൂ, ഈ പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ആർക്കും അറിയില്ല. അഡ്മിൻ ആയിക്കൊണ്ട് എന്തിനാണ് അപ്പം അങ്ങനെയൊക്കെ ഇടങ്ങാറാട്? അതൊക്കെ എന്താ പറയുക, അതാണ് കിട്ടുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ജീവിതത്തിൽ മാറുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ, ഒരു സമ്പാദ്യല്ലേ മരിച്ചു പോകണമെന്ന്. ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നെക്കൊണ്ട് ഇപ്പോൾ ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ഇന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ? ഇന്നെക്കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ലത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യണ്ടേ? ഈ ദീൻ അതിന് മാത്രം ഗൗരവപ്പെട്ടൊരു സംഗതിയാണെങ്കിൽ, അത് അത്ര സീരിയസ് ആയി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ? അതൊക്കെ നമ്മൾ മരിച്ചു ചെന്നാൽ ശൂന്യമാവാതിരിക്കുവാനുള്ള ചില മുന്നൊരുക്കങ്ങളാണെന്നാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഈ പിന്നെ നമ്മൾ എല്ലാ സമയത്തും 2 ചിറകുകൾ എന്നാണ് പറഞ്ഞ പണ്ഡിതന്മാർ. ഇത് 2 ചിറക്, ഒന്ന് ഭയം, ഒന്ന് ആഗ്രഹം. മരണത്തിന് ശേഷമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പേടി മനസ്സിൽ, അതേപോലെ മരിച്ചാൽ കിട്ടുമെന്ന ചില പ്രതീക്ഷകൾ, ഇതെപ്പോഴും കൊണ്ടുനടക്കണം എന്നാണ്.
അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മരണശേഷം വരുന്ന വിപത്തുക്കളിൽ നിന്ന് മാറി നിൽക്കും. മരണശേഷം കിട്ടാൻ എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൽ ഏറ്റവും വലിയ കടമയും കർത്തവ്യം ആർക്കാരെങ്കിൽ ചെറുപ്പക്കാർക്കാണ്. സുഹൃത്തുക്കളെ, ഈ സമയം ഒരിക്കലും കിട്ടില്ല കേട്ടോ. ഈ സമയം ഒരിക്കലും കിട്ടൂല. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വഖ്തനിം ശബാബഹു ഖബ്ല ഹറമിഹി, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തും. നമുക്കിപ്പം നല്ലോണം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ചെറിയൊരു PSC കിട്ടാൻ വേണ്ടി 3 കൊല്ലമൊക്കെയാണ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ. 3 കൊല്ലം പണ്ടൊക്കെ വെറുതെ പോയി എഴുതിയാൽ കിട്ടുന്ന സംഗതിയാണ്. 3 കൊല്ലമൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയ 3 കൊല്ലം. അതൊക്കെ നമ്മുടെ നല്ല സമയത്തല്ലേ, നല്ലൊരു ജീവിതത്തിൽ ഏറ്റവും നല്ല സമയത്താണ് അതൊക്കെ ചിലവഴിക്കുന്നത്. നല്ല തന്നെയാണ് സുഹൃത്ത്, ഒരു ജോലിയുടെ സുരക്ഷ. എന്നാൽ നമ്മൾ ഇതുപോലെ തന്നെയല്ലേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ള തന്ന ആരോഗ്യവും സമയമൊക്കെ വെച്ച് എന്താണ് അവിടെ നമ്മൾ ചെയ്തത് എന്നാണ്. രോഗത്തിന് മുമ്പ്, വാർദ്ധക്യത്തിന് മുമ്പ് ഒക്കെ നമ്മുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, വിശുദ്ധ ഖുർആൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, അവൻ്റെ മനസ്സിൽ ഇഹലോകമാണ് ഏറ്റവും വലുത്. ഇഹലോകത്തെ ഭയങ്കരമായി കണ്ടാൽ നമുക്കൊന്നിനും സമയം കിട്ടില്ല. നമുക്ക് അതിന് ഓടാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, കൂലി ഇവിടെയല്ല, മരിച്ചിട്ട് കിട്ടുന്ന ഫലമാണ് യഥാർത്ഥ ഫലം. മരിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ജീവിച്ചത് വെറുതെ ആയി എന്നാണ്. അമൻ സുഖ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗ്ഗത്തിൽ കയറണം, എങ്കിൽ അവൻ വിജയിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞു? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം ഒരു വഞ്ചനയുടെ ചിരക്ക് മാത്രമാണ്. പറ്റിച്ചു കളയും ദുനിയാവ് നമ്മളെ. ഒരു സ്വർഗം നേടാൻ, പരലോക വിജയത്തിന് നമ്മളെ എന്ത് ചെയ്യും? പറ്റിച്ചു കളയും. നമ്മുടെ സുഹൃത്തുക്കളെ, ഇതിനെ നിസ്സാരമായി കാണും. നിസ്സാരമായ ഒന്നിനെ ഇട്ടു പോകാൻ, ഒരു കൊതുകിൻ്റെ ചിറക് പോലെ ദുനിയാവിനെ കാണുന്നവർ, ഒരു ചത്ത ആട്ടിൻകുട്ടിയെ പോലെ ദുനിയാവിനെ കാണുന്നവന് അതിനെ ഇട്ടു പോകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും? ഒരു പ്രയാസം ഉണ്ടാവില്ല. ദുനിയാവിനെ നിസ്സാരമായി കാണുക, ശിർക്കില്ല എന്ന് ജീവിതത്തിൽ ഉറപ്പുവരുത്തുക, പരമാവധി നന്മകളെ ബോധപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റെസ്റ്റാണ്, പിന്നെ ഒന്നും ആലോചിക്കേണ്ട. അതാണ് അൽ മുസ്തരീഹ്, വിശ്രമിക്കുന്നവൻ. ഇപ്പോൾ നമ്മുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഒരു റെസ്റ്റിലേക്കുള്ള, നിത്യമായ ഒരു വിശ്രമത്തിലേക്കുള്ള യാത്രയാവാൻ നമ്മൾ ചില ഒരുക്കങ്ങൾ നടത്തണം. അധ്വാനിച്ചവനല്ലേ റെസ്റ്റ് കിട്ടുള്ളൂ സുഹൃത്തുക്കളെ, അധ്വാനിച്ചവനല്ലേ റെസ്റ്റ് കിട്ടുക. അധ്വാനിക്കാത്ത ഒരുത്തൻ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന വാക്കിൽ തന്നെ എന്താ അർത്ഥമാണുള്ളത്? അർത്ഥമില്ലല്ലോ. അവിടെ വലിയ വിശ്രമം, പരലോകത്തെ ജീവിതം വലിയ വിശ്രമമാകാൻ ഇഹലോകം പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന, നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരു ജീവിതമായി മാറണം. അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ വിശ്രമം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണല്ലോ. കാരണം വിശ്രമിക്കുന്ന ഒരാൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ല. സ്വർഗ്ഗത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അവിടെ വിശ്രമം തന്നെയുള്ളൂ. അവിടെ അധ്വാനമേ ഇല്ല. കാരണം അത് ദാറുൽ അമലല്ല, അവിടെ ഒന്നും പ്രവർത്തിക്കേണ്ടതില്ല. അവിടെ സ്വർഗ്ഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചാൽ മാത്രം മതി. ഒന്നിനെക്കുറിച്ചും ബേജാറാവണ്ട, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. അതുകൊണ്ട് സമ്പൂർണ്ണ വിശ്രമം എന്ന് നബി സ്വല്ലല്ലാഹു പറയുമ്പോൾ അത് സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയാണ്. ആ ജനാസ സ്വർഗ്ഗത്തിലേക്കാണ് പോകണം. അതുകൊണ്ടാണ് മുസ്തരീഹായത്, പൂർണ്ണ വിശ്രമമായത്. എന്നാൽ വൽ മുസ്തറാഹു മിൻഹു, നമ്മൾ ആലോചിക്കണം, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഇടങ്ങേറുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. നമ്മൾ ആർക്കെങ്കിലും വല്ല ഇടപാടും തീർക്കാനുണ്ടോ ഒന്ന് ആലോചിക്കണം. വാക്കുകൊണ്ടുള്ള ഇടപാട്, പണം കൊണ്ടുള്ള ഇടപാട്, ബന്ധങ്ങളിൽ വന്ന ഇടപാട്, എന്തെങ്കിലുമൊക്കെ തീർക്കാണെങ്കിൽ അത് തീർക്കണം. വെറുതെ ചിന്തിക്കുക, ഞാൻ മരിച്ചാൽ ആർക്കെങ്കിലും സന്തോഷം തോന്നുമോ എന്നൊന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മതി. അതാണ് വൽ മുസ്തറാഹു. ആർക്കെങ്കിലും സന്തോഷം, അന്യായമായത് ന്യായമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു, മനസ്സിലായി? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ശത്രുക്കൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദ് വമാ ജഅൽനാ ലി ബശരിൻ, ഒരാൾക്കും ശാശ്വതം നൽകിയിട്ടില്ല എന്നൊക്കെ അപ്പോഴാണ് പറഞ്ഞത്. അതല്ല സുഹൃത്ത്, നമ്മുടെ എഡ്ഡങ്ങേറുണ്ട് അയൽവാസി ആഗ്രഹിക്കും. ചില ആൾക്കാരെ ഭാര്യമാർ വരെ ആഗ്രഹിക്കണം, അയാൾ മരിച്ചു പോയി കിട്ടിയെങ്കിൽ അല്ലേ. മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ ആഗ്രഹിക്കുക, അയൽവാസികൾ, ചില ഭരണകർത്താക്കൾ ഇനി അവരെ തീർക്കാൻ മരണത്തിലേ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പ്രജകളുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു സമാധാനമാണ്, ദുൽമ ചെയ്യണവന് എന്തെങ്കിലുമൊക്കെ ഒരുക്കപ്പെടുത്ത് പോവുമല്ലോ എന്നത് അവസാനത്തെ സമാധാനമാണ്. അങ്ങനെ ഒരാൾ നമ്മളെപ്പറ്റി സമാധാനിക്കാൻ പാടില്ല, നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടാക്കേണ്ടായിരുന്നു. നമ്മൾ ആരുമായൊക്കെ ബന്ധപ്പെട്ടോ അവർക്കൊക്കെ നമ്മുടെ തിരോധാനം, നമ്മുടെ മരണം ഒരു പ്രയാസമാകണം, ഒരു വിഷമമാകണം, ഒരു നഷ്ടമാകണം. അതല്ലെങ്കിൽ വൽമുസ്തറാഹു മിൻഹുവാണ്. മൃഗങ്ങൾ പിന്നെ പ്രസവിച്ചിട്ട് ഏറെ ദിവസമാവാത്ത കുറച്ച് പട്ടിക്കുട്ടികളെ, നായ്ക്കുട്ടികളെ ഒരു
പാക്കറ്റിലാക്കിയിട്ട് മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് കഴിഞ്ഞ ദിവസം കണ്ടു. ഒരു ജീവിക്ക് അതങ്ങനെ ഇനി പോകുന്നത് എവിടെയും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചുകൊള്ളും. ഭക്ഷണം ഒന്നുമില്ലാത്തൊരു കൂട്ടിൽ അതിനെ കൊണ്ടുപോയിട്ടാൽ അവയൊക്കെ വിശന്ന് ചത്തുപോകും. എത്ര ക്രൂരമായ പ്രവൃത്തിയാണ്. പക്ഷികളും മൃഗങ്ങളും ജീവികളും എല്ലാം ബുദ്ധിമുട്ടാകുന്ന ചില മനുഷ്യന്മാരുണ്ട്. നമ്മൾ ആലോചിക്കണം. നീ പറഞ്ഞല്ലോ, മരങ്ങൾ രക്ഷപ്പെടും അയാൾ മരിച്ചാൽ, മൃഗങ്ങൾ രക്ഷപ്പെടും അയാൾ മരിച്ചാൽ, ജീവികൾ രക്ഷപ്പെടും അയാൾ മരിച്ചാൽ, മനുഷ്യന്മാർ രക്ഷപ്പെടും. അങ്ങനെയുള്ള ദുൽമ് നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ മരിക്കണമെന്ന് ജീവികളും മരങ്ങളും പ്രകൃതിയും ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ജീവിതം ഒരിക്കലും ജീവിക്കരുത്. എല്ലാവർക്കും നന്മയായി നല്ലത് ചെയ്ത് ജീവിക്കാൻ. ഞാൻ മരിക്കുന്നത് ഒരാൾക്കും ഒരു സന്തോഷമാവില്ലെന്ന് ഉറപ്പ് വരുത്താൻ നമ്മുടെ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും സാധിക്കണം. അള്ളാഹു അതിൻ്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.